നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അമ്മ എനിക്ക് തന്ന ATM കാർഡില്ലേ, അത് ഞാൻ ഇപ്പൊ അമ്മയ്ക്ക് തിരിച്ചു കൊടുക്കണമെന്ന്. അതിന് ഇതൊക്കെ സുമിതേട്ടത്തി എങ്ങനെ അറിഞ്ഞു? ഇന്ന് ഉച്ചയ്ക്ക് അമ്മ വീട്ടിൽ വെച്ച് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അതങ്ങ് പൊട്ടിച്ചത് ഓർമ്മയില്ലേ നിധിയേട്ടന്? സുമീച്ച് അതപ്പോ കേട്ടതാണല്ലോ. നിനക്ക് ബാങ്ക് അക്കൗണ്ട് എടുത്തത് അതിൽ 2 ലക്ഷം രൂപ ഉള്ള കാര്യം ആരോടും പറയരുതെന്ന് അമ്മ എടുത്ത് പറഞ്ഞതല്ലായിരുന്നോ? അതിന് നിധിയേട്ട വേറെ ആരോടും അല്ലല്ലോ ഞാൻ പറഞ്ഞത്, എന്റെ സ്വന്തം അമ്മയോടല്ലേ. അമ്മ ഇതെങ്ങനെ പരസ്യമായി വിളിച്ചു പറയുന്നത് ഞാൻ ഒരിക്കലും കരുതിയില്ല നിധിയേട്ടാ. ചില രഹസ്യങ്ങള് രഹസ്യമായി തന്നെ സൂക്ഷിക്കണമെന്നും സ്വന്തം അമ്മയോടാണെങ്കിൽ പോലും അത് പറയരുതെന്ന് നിനക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ. ഞാൻ നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. അത് പോട്ടെ, വിഷമിക്കണ്ട. അത് പോട്ടെ, ഇന്നലെ നിന്റെ ചേച്ചി പറഞ്ഞ കാര്യത്തിന് നീ എന്ത് തീരുമാനിച്ചു? ATM കാർഡ് അമ്മയ്ക്ക് തിരിച്ചു കൊടുക്കണം? ഏയ്, ഞാൻ അങ്ങനെ സമ്മതിച്ചു കൊടുത്തിട്ടൊന്നുമില്ല. എനിക്ക് പറയാനുള്ളത് ഞാൻ ചേച്ചിയോട് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഈ ATM കാർഡ് തന്നത് അന്യരൊന്നുമല്ല, എന്റെ ഭർത്താവിന്റെ അമ്മയാണ്. അതൊക്കെ ഞാൻ തറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ്, അത് നന്നായേ ഉള്ളൂ. ഒരു പരിധിയിൽ കൂടുതൽ ആരും മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാൻ പാടില്ല. പക്ഷെ അതുകൊണ്ടൊന്നും ചേച്ചി അടങ്ങില്ല. ATM കാർഡ് തിരിച്ചു കൊടുത്തേ പറ്റൂ എന്ന് തറപ്പിച്ച് പറഞ്ഞിട്ടാണ് ചേച്ചി പോയത്. ആ പറഞ്ഞത് ഈ ചെവിയിലൂടെ കേട്ട് ഈ ചെവിയിലൂടെ അങ്ങ് വിട്ട് കളഞ്ഞേക്കണം. ഇങ്ങനെ നിന്നെ നിയന്ത്രിക്കാൻ നീ ഇപ്പം നിന്റെ ചേച്ചിയുടെ എട്ടും പൊട്ടും തിരിയാത്ത പഴയ അനിയത്തിക്കുട്ടിയല്ല. ഞാൻ പറയുന്നത് വല്ലതും നിന്റെ തലയിൽ കേറുന്നുണ്ടോ നന്ദി? എനിക്ക് മനസ്സിലായി. ആ ATM കാർഡ് തിരിച്ചു കൊടുക്കാൻ എനിക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിട്ടല്ല. അമ്മ എനിക്കത് എത്ര സ്നേഹത്തോടും കരുതലോടും കൂടെ തന്നതാ. പക്ഷെ സുമിതേച്ചി ഇങ്ങനെ കർശനമായി പറയുമ്പോ അപ്പൊ ഞാൻ ഇത്ര നേരം തൊണ്ടയിലെ വെള്ളം പറ്റിച്ചത് വെറുതെ? നിനക്കെന്താ നന്ദു കാര്യം പറഞ്ഞ മനസ്സിലാവാത്തെ? എന്നോട് ഇങ്ങനെ ഒച്ച എടുക്കല്ലേ നിരീക്ഷേട്ടാ. ഞാൻ ജീവിതത്തിൽ ഇന്ന് വരെ സുമിതേച്ചി ധിക്കരിച്ച് ഒന്നും ചെയ്തിട്ടില്ല. കുട്ടിക്കാലം മുതൽ ഞങ്ങൾ അങ്ങനെ വളർന്നത്. അതുകൊണ്ട് എനിക്ക് എന്തോ നോക്കുന്നതും ചെറുപ്പത്തിൽ മാവിലെറിഞ്ഞതും മണ്ണപ്പം ചുട്ടതൊന്നും ഓർത്ത് നടക്കേണ്ട പ്രായമല്ല ഇത്. നീ പ്രാക്ടിക്കൽ. നിന്റെ ജീവിതത്തിന്റെ കടിഞ്ഞാൽ എന്തിനാ അവരെ ഏറ്റെടുക്കുന്നത്? കല്യാണം കഴിയുന്നതിന് മുമ്പായിരുന്നെങ്കിൽ നിന്റെ ചേച്ചി പറഞ്ഞത് കേൾക്കാൻ നീ ബാധ്യസ്ഥയായിരുന്നു. എന്നാ ഇപ്പൊ അങ്ങനെയല്ല. സ്വന്തം കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അവകാശവും പ്രാപ്തിയും ഇപ്പൊ നിനക്കുണ്ട്. അത് ഒരാളുടെ മുമ്പിൽ അടിയറവ് വെക്കേണ്ട കാര്യമില്ല. നീ കല്യാണം കഴിഞ്ഞ് വേറെ വീട്ടിലെ പോരുന്നെങ്കിൽ അവിടെ നിന്നെ നിയന്ത്രിക്കാൻ ഈ സുമത ചേച്ചി വരുമായിരുന്നു? ഇല്ലല്ലോ. പിന്നെ ഇവിടെ എന്തിനത് സമ്മതിച്ചോളണം? മുളയിലെ നുള്ളേണ്ടത് നുള്ളുക തന്നെ ചെയ്യണം നന്ദു. ഇല്ലെങ്കിലേ ആജീവനാന്തം ഈ വീട്ടില് ഈ സുമത ചേച്ചിയുടെ അടിമയായിട്ട് കഴിയേണ്ടി വരും. എന്തെങ്കിലും കാര്യത്തിൽ നിനക്കൊരു അഡ്വൈസ് വേണമെന്ന് അത് തരാൻ ഇവിടെ അമ്മയും ഞാനും ഉണ്ട്. തൽക്കാലം ആ റോൾ സുമിതേച്ചി എടുക്കേണ്ട കാര്യമില്ല. എന്റെ അമ്മ സന്തോഷത്തോടെ തന്നതാ നിനക്ക് ATM കാർഡ്. സുമിത ചേച്ചി പറഞ്ഞത് കേട്ട് അത് തിരിച്ചു കൊടുത്താലുണ്ടല്ലോ അമ്മയ്ക്ക് എന്ത് തോന്നും? അതെന്താ നീ ഓർക്കാത്തത്? എന്തിനാ നന്ദു അമ്മയുടെ മനസ്സിൽ ആവശ്യമില്ലാത്തൊരു കരടുണ്ടാക്കുന്നത്? നോക്ക്, അമ്മയുടെ മനസ്സിൽ നിനക്കിപ്പോ വലിയൊരു സ്ഥാനമുണ്ട്. ഗിരിയേട്ടന്റെ ഭാര്യയായ സുമിത ചേച്ചിക്ക് ഉള്ളതിനേക്കാൾ വലിയൊരു സ്ഥാനം. അത് നീയായിട്ടില്ലാതാക്കരുത്. ഇല്ല നിധിയേട്ടാ, അമ്മയുടെ മനസ്സിലെ ആ സ്ഥാനം നഷ്ടപ്പെടുത്തുന്ന ഒന്നും ഞാൻ ചെയ്യില്ല. ഞാൻ തീരുമാനിച്ചു, സുന്ദേച്ചി ഇനി എന്തൊക്കെ ഭൂകമ്പം ഉണ്ടാക്കിയാലും ആ ATM കാർഡ് ഞാൻ തിരിച്ചു കൊടുക്കുന്നില്ല. ഇതോട് കഴിക്കും. നീ സുമിയോട് പറയാതെയാണോ ഗിരി ഇന്നലെ ഇവിടെ താമസിച്ചത്? അവളോട് പറയാൻ വിട്ടുപോയി. അതെന്ത് വർത്തമാനാടാ നീ പറയുന്നത്? രാത്രി നീ വരുന്നതും കാത്ത് അവൾ അവിടെ ഇരിക്കില്ലേ? ചെല്ലുന്നില്ലെങ്കിൽ നേരത്തെ അതൊന്ന് വിളിച്ചു പറഞ്ഞൂടെ? അല്ല, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ?
എന്ത് പ്രശ്നം? സുമിയോട് പിണങ്ങിയിട്ടാണോ നീ ഇന്നലെ ഇവിടെ വന്നത്? ഇതെന്താ, നീ ഒന്നും കഴിച്ചില്ലല്ലോടാ. എന്താ നീ മതിയാക്കിയത്? മതിയായി അമ്മേ. ആ, ഞാൻ സുമിയെ കുറിച്ച് ചോദിച്ചുകൊണ്ടാണോ നീ കഴിക്കാതെ എഴുന്നേറ്റത്? ഞാനും സുമിയും തമ്മിൽ അമ്മ വിചാരിക്കുന്നത് പോലെ ഒരു പ്രശ്നവും ഇല്ല. സുമി പറയുന്ന അനുസരിച്ച് മാത്രം ജീവിക്കുന്ന ഒരാളല്ലേ ഞാൻ. എനിക്ക് തീരെ താല്പര്യമില്ലാത്ത കാര്യങ്ങൾ പോലും അവൾക്ക് വേണ്ടിയല്ലേ ഞാൻ ചെയ്യുന്നത്. പിന്നെ ഞങ്ങൾക്കിടയിൽ എന്ത് പ്രശ്നം അമ്മേ? ആ, നേരം വൈകി, ഞാൻ പോയിട്ട് വരാം. ഉം. ഏട്ടൻ എവിടെ അമ്മേ? അവൻ പോയി. പോയെന്നോ? കഴിച്ചു കഴിഞ്ഞ് ആസ്വദിച്ചിരുന്നൊരു ചായ കുടിക്കുന്നത് പതിവുള്ളതായിരുന്നല്ലോ. നമ്മള് സുമിയെ കുറിച്ച് ചോദിച്ചത് അവൻ ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. അവര് തമ്മിൽ ഒരു പ്രശ്നവും ഇല്ലെന്നാ അവൻ പറഞ്ഞത്. അത് വെറുതെ അമ്മയെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയുന്ന അമ്മേ. ഞാൻ പറഞ്ഞില്ലേ, അവര് തമ്മിൽ എന്തോ കാര്യമായ പ്രശ്നമുണ്ട്. അത് സുമി ചേച്ചിയുടെ ശബ്ദത്തിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലായി. ഇപ്പതാ അത് ചോദിച്ചപ്പോ ഒന്നും കഴിക്കാതെ ഗിരിയേട്ടൻ ഇറങ്ങി പോവുകയും ചെയ്തു. എന്ത് പ്രശ്നമാണെങ്കിലും അമ്മ രണ്ടുപേരോട് സംസാരിച്ച് അത് പരിഹരിക്കാൻ നോക്കണം. നന്ദു, ഞാൻ പറഞ്ഞത് നീ ചെയ്തോ? എന്താ ചേച്ചി? ആ ATM കാർഡ് തിരിച്ചു കൊടുത്തോന്ന്. അതാണോ? ഇല്ല, കൊടുത്തില്ല. എന്തുകൊണ്ട് കൊടുത്തില്ല? അത് കൊടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, അത്ര തന്നെ. ചേച്ചി, ഒന്നാമത് ഞാൻ ഇള്ളക്കുട്ടിയല്ല. എന്റെ കാര്യങ്ങൾ ആലോചിക്കാനും തീരുമാനം എടുക്കാനുള്ള പ്രാപ്തി ഇപ്പൊ എനിക്കുണ്ട്. ചേച്ചിയുടെ സംരക്ഷണയിൽ കഴിഞ്ഞിരുന്ന അനിയത്തിക്കാലം കഴിഞ്ഞു. ഇപ്പൊ എനിക്ക് എന്തെങ്കിലും ഉപദേശത്തിന്റെ ആവശ്യമുണ്ടെങ്കിൽ അതിനിപ്പോ എനിക്കൊരു ഭർത്താവുണ്ട്. ചേച്ചി ബുദ്ധിമുട്ടണമെന്നില്ല. നന്ദു, നിനക്ക് എന്താ പറ്റിയത്? മോളെ, നീ എന്താ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? എന്റെ സംസാരത്തിന് ഇപ്പൊ എന്താ ചേച്ചി കുഴപ്പം? ചേച്ചിയുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ഞാൻ ഇടപെടാൻ വരാറുണ്ടോ? പിന്നെ എന്തിനാ ചേച്ചി എന്നെ ഇങ്ങനെ കടിഞ്ഞാണ്ട് ഇടാൻ വരുന്നത്? മോളെ, നീ അബദ്ധങ്ങളിൽ ചെന്ന് ചാടാതിരിക്കാൻ വേണ്ടിട്ടാ. നിന്റെ നല്ലതിന് വേണ്ടിട്ടല്ലേ ചേച്ചി ഓരോന്നൊക്കെ പറയുന്നേ. ഓ, വലിയ സന്തോഷം. പക്ഷെ ഇനിയിപ്പോ അത് വേണ്ട. എന്റെ ലൈഫ് എന്റെ ഇഷ്ടത്തിന് ഞാനൊന്ന് ജീവിച്ചോടെ ചേച്ചി, പ്ലീസ്. ഇനിയെങ്കിലും എന്റെ ജീവിതത്തിലേക്ക് ഇങ്ങനെ എത്തി നോക്കാൻ വരല്ലേ. എന്റെ കാര്യങ്ങളിൽ ആവശ്യമില്ലാതെ ഇടപെടരുത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.